ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്നിവിടെ പുളിയിഞ്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഒരു 3 വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഉണങ്ങിയ തേങ്ങയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പില, പിന്നെ വാളൻപുളി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഒരു 3 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ നമുക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കടുക്. ഇതെല്ലാം നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക്. ഇതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഉണങ്ങിയ തേങ്ങ കഷ്ണങ്ങളുണ്ടായിരുന്നല്ലോ, അതും കൂടെ ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പുറത്ത് നല്ല മഴയാണ്, കണ്ടോ. ഇഞ്ചി ഇപ്പോൾ വഴറ്റാൻ തുടങ്ങിയിട്ടൊരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല മൊരിഞ്ഞ മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ അല്പം കായപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. അതും കൂടി ഇട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലതുപോലെ മൂപ്പാവുമ്പോൾ നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പുളിയിഞ്ചി എന്ന് പറയുന്ന പേരാണെങ്കിലും ഇതിനകത്ത് അല്പം ശർക്കര ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നാലേ നമുക്ക് ഇതിൻ്റെ ഒരു പുളിയിഞ്ചിയാണ്, എന്നാലും നമുക്ക് ഒരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ, അല്പം മധുരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ശർക്കര ചേർക്കുന്നത്. ഒരു 1.25 ടീസ്പൂണോളം ശർക്കര ചേർത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഇളക്കി കൂട്ടി നമുക്കൊന്ന് തിളച്ച് വരുമ്പോൾ എണ്ണ തെളിയിപ്പോൾ അന്നേരം നമുക്കിത് തീ ഓഫ് ചെയ്യാം. അല്പനേരം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പുളിയിഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പുളിയിഞ്ചിക്കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണേ, നോക്കട്ടെ കേട്ടോ. മേക്കപ്പ് ഒന്നും ഇല്ല കേട്ടോ, നാച്ചുറലാ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ.